നമസ്കാരം. പൗളി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം സഭാ വാർത്തകളിലേക്ക്. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. പാപ്പ. വിവാഹത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ച് ഹൈക്കോടതി. സീറോ മലബാർ അസംബ്ലി ഓഗസ്റ്റ് 22 മുതൽ 25 വരെ പാലായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം. അതിരൂപത വാർത്തകൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം. അധ്യാപകർ നന്മയുടെ സന്ദേശവാഹകരാകണം. മാർ ആൻഡ്രൂസ് താഴത്ത്. ഇടവക വാർത്തകൾ. മതബോധന PTA ജനറൽ ബോഡി മീറ്റിംഗ് ആഗസ്റ്റ് 11 നടത്തി. ഇന്ത്യ സ്മാർട്സ് ഫോർ ലൈഫിന്റെ ഭാഗമായി തൈക്കാട്ടുശ്ശേരി ഇടവക സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. പാപ്പ. ലോകത്തിൽ ജനാധിപത്യം ക്ഷീണാവസ്ഥയിലാണെന്നും ആരോഗ്യപരമായ ജനാധിപത്യം പ്രത്യയശാസ്ത്രത്തിന്റെ നിരർത്ഥകതയെ അവഗണിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ. വിവാഹത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ച ഹൈക്കോടതി. ലിവിംഗ് ടുഗദർ ബന്ധം വിവാഹമല്ലെന്ന് ഹൈക്കോടതി വിധി. വിവാഹത്തിന്റെ പവിത്രതയ്ക്കുള്ള അംഗീകാരം വിവാഹം കഴിച്ചാലേ ഭർത്താവും ഭാര്യയുമാവുകയുള്ളെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം നിഷേധിക്കുന്നവർക്കുള്ള തിരിച്ചടിയായി. സീറോ മലബാർ അസംബ്ലി ആഗസ്റ്റ് 22 മുതൽ 25 വരെ പാലായി. സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഓഗസ്റ്റ് 22 മുതൽ 25 വരെ പാലായിലെ അൽഫോൺസിയ പാസ്റ്റോറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. അതിരൂപത വാർത്തകൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം. KCBC മദ്യവിരുദ്ധ സമിതി, തൃശ്ശൂർ അതിരൂപതയും പുതുക്കാട് ഫൊറോന സമിതിയും സംയുക്തമായി നടത്തിയ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ആമ്പല്ലൂരിൽ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ നന്മയുടെ സ്നേഹ സന്ദേശവാഹകരാകണം. മാർ ആൻഡ്രൂസ് താഴത്ത്. കത്തോലിക്ക അധ്യാപകർ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ ക്രിസ്തുവിന്റെ സന്ദേശവാഹകരാകണമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഇടവക വാർത്തകൾ. മതബോധന PTA ജനറൽ ബോഡി മീറ്റിംഗ് ഓഗസ്റ്റ് 11 നടത്തി. ഓഗസ്റ്റ് 11 ഞായറാഴ്ച രാവിലെ 2ാമത്തെ കുർബാനയ്ക്ക് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ബലിയർപ്പണവും ശേഷം ഒരു ക്ലാസും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സ്മാർട്സ് ഫോർ ലൈഫിന്റെ ഭാഗമായി തൈക്കാട്ടുശ്ശേരി ഇടവകയിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ജീവന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാർച്ച് ഫോർ ലൈഫിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓഗസ്റ്റ് 15 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൈക്കാട്ടുശ്ശേരി ഇടവക പ്രായഭേദമന്യേ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ വായിച്ചത് അലീന ജേസൻ.